ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളൊക്കെ വന്നതായി നമ്മൾ കണ്ട്, നമ്മുടെ എച്ചൊക്കെ എടുത്ത് കളഞ്ഞ പുതിയ അക്ഷരങ്ങളൊക്കെ വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി നമുക്ക് ലൈസൻസ് കിട്ടിയവരാണ്. ഇതല്ലാതെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് ടെസ്റ്റ് പാസ്സായി എന്നിട്ട് അവർക്ക് ഇതുവരെ ലൈസൻസും RC ബുക്കും കിട്ടാതെ, എന്നുവെച്ചാൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമുക്ക് ഇവർ ലൈസൻസും RC ബുക്ക് അതിനൊക്കെ ക്യാഷ് ഓൾറെഡി നമ്മൾ അങ്ങോട്ട് പേ ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത്, പോസ്റ്റ് വഴിയാണ് വരുന്നത്. ഇതൊന്നും 5-6 7 8 മാസമായിട്ട് ഇത് നമ്മൾ പൈസ അടച്ചിട്ടും ടെസ്റ്റ് പാസ്സായവർ പൊട്ടന്മാരായിട്ട് അവിടെ ഇരുന്നിട്ട് ഇതുവരെ സംഭവം കിട്ടിയിട്ടില്ല. ഈ കിട്ടാതെ ഇത്ര നമുക്ക് ഈ നവീകരണങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതിന് ഫണ്ട് ഇറക്കണതല്ലേ അല്ലേ? ഇപ്പം H മാറ്റി പുതിയ അവർ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി. അപ്പോൾ അതിനായാലും ഫണ്ട് ഇറക്കിയല്ലേ ഇതൊക്കെ ചെയ്യണം. അല്ലാതെ നമുക്ക് ചുമ്മാ കിടക്കുന്ന ഒരു പ്ലേസിൽ ഇപ്പോൾ 8 H അതിന് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് അവരൊന്ന് മാറ്റിയാണ് ഇപ്പോൾ പുതിയ അവരുടെ ആവിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരണത്. ഈ കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ്. പരിഷ്കരണങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം നല്ല കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞ കണക്ക്, ഗണേഷ് കുമാർ പറഞ്ഞ കണക്ക്, ഈ ടെസ്റ്റിൻ്റെ ആ ഒരു നല്ല സംഭവം പണ്ടത്തേക്കാണ് ഇപ്പോൾ കുറച്ചുകൂടെ പാടായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് പണ്ടത്ര എളുപ്പത്തിൽ നമുക്ക് കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ പാടായി. പരിഷ്കരണങ്ങളും നവീകരണങ്ങളും എല്ലാം നല്ലതിനാണ്. പക്ഷേ വേറെ കാര്യമെന്ന് വെച്ചാൽ, ഇതിന് മുന്നേ ടെസ്റ്റ് കഴിഞ്ഞ് പാസ്സായവർ അവർക്ക് ഇതുവരെ ലൈസൻസ് കൈ കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ അവരിപ്പം ഒരു വണ്ടി എടുക്കുക എന്ന് പറയുമ്പം എന്തെങ്കിലും ജോലിക്കൊക്കെ വേണ്ടിയായിരിക്കും അവർ വണ്ടി എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ലൈസൻസ് പെട്ടെന്ന് കിട്ടിയിട്ടായിരിക്കും അവർ ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കണം. പക്ഷേ അതൊക്കെ മുടങ്ങിയിട്ടാണ് അവർ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ RC ബുക്ക് അല്ലെങ്കിൽ ലൈസൻസ് കയ്യിൽ കിട്ടി, അതായത് ഇവർ പൈസ കൊടുത്തിട്ട് പോലും സംഭവം കൈ കിട്ടാതെ ഈ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വീണ്ടും പൈസ ചിലവഴിച്ച് ഇത്രത്തോളം നവീകരണങ്ങളുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഗൈസ്, അത് ശരിയല്ല, എനിക്കതാണ് തോന്നുന്നത്. പുതിയ കാര്യങ്ങളൊക്കെ നല്ലതാണ്, ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ വരണം നല്ലതാണ്. പക്ഷേ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് ആദ്യം കൊടുത്തതിന് ശേഷം വരട്ടെ അല്ലേ? അല്ലെങ്കിൽ അവർ പൊട്ടന്മാരായി പോകില്ലേ? കാരണം അവർ ഓൾറെഡി ടെസ്റ്റ് പാസ്സായവരല്ലേ. അപ്പം ഇതാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി പിടിച്ചേക്കണം.